കള്ളത്തരങ്ങൾ നടത്താനായി മനീഷ് കാത്തിരിക്കുന്നു. വഴിയാത്രക്കാരന്റെ ഫോൺ തട്ടിയെടുക്കാനുള്ള മനീഷിന്റെ ശ്രമം. കള്ളനാണെന്ന് മനസ്സിലാക്കിയ മനീഷിനെ ഓടിക്കുന്ന ആളുകൾ. ആളുകളെ ഭയന്നോടിയ മനീഷ് അപ്രതീക്ഷിതമായി ഹരിയുടെ പുതിയ വാടക വീട്ടിലെത്തുന്നു. ഹരിയുടെ വീടാണെന്ന് മനസ്സിലാക്കിയ മനീഷ് ഹരിയും നന്ദനയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സുപ്രിയയോട് പറയുന്നു. രവികുമാറും ജലജയും സുപ്രിയയെ കാണാനായി എത്തുന്നു. ചില സംശയങ്ങൾ സുപ്രിയയോട് ചോദിക്കുന്ന ജലജ. ഇനി തുടർന്ന് കാണുക. ഹരിപ്രസാദിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നിരുന്നു അവിടെ? ഇല്ല. ആ, ഒരു ഫ്രണ്ടിന്റെ ആങ്ങള വന്നിരുന്നു. അതാരാ? വിനായകൻ, എഞ്ചിനീയറാണ്. അയാളുടെ സിസ്റ്ററും ഹരിയും അടുത്ത കൂട്ടുകാരായിരുന്നത്രേ. നന്ദന എന്നാണ് കക്ഷിയുടെ പേര്. എന്തുപറ്റി? എന്താ പേര് പറഞ്ഞേ? നന്ദന. ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിലും ഒരേ സമയത്താണത്രേ ഹരിയും നന്ദനയും പഠിച്ചിരുന്നത്. ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നാണ് വിനായകൻ പറഞ്ഞത്. നന്ദന ഇപ്പൊ എവിടെയാണെന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചില്ല. വിനായകന്റെ സംസാരത്തിൽ നിന്നും ഒരു ലവ് അഫെയർ പോലെ തോന്നി. ഏയ്, ഹരിക്ക് അത്ര ഇടപാടുകളൊന്നും ഉണ്ടായി കാണില്ല. ആൾക്കാരുടെ മുഖത്തു നോക്കി സംസാരിക്കാത്താക്കാ പ്രേമം. അങ്ങനെ പറയാൻ പറ്റില്ല. ഏതോ ഒരു പൂച്ച കലവടയ്ക്കൊന്ന് പറയുമല്ലോ. ആ, മിണ്ട പൂച്ച. ഹരിപ്രസാദ് ഉള്ളപ്പോഴാണോ ഈ പറഞ്ഞ വിനായകൻ വന്നത്? അല്ല. അയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹരി വിളിച്ചപ്പോ നീ പറഞ്ഞു കൊടുത്തോ? ഇല്ല. അങ്ങനെ ഒരു റിലേഷൻ ഹരിക്കുണ്ടായിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പഴയ കാര്യല്ലേ. മോൾ ഇക്കാര്യം ഇപ്പൊ ഹരിയോട് പറയണ്ട. അമ്മയ്ക്കെന്താ ഒരു പേടി പോലെ? പേടിയല്ല, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഹരിപ്രസാദിന് വിശ്വാസം ഉണ്ടായിരിക്കുക, അതാണ് വേണ്ടത്. എന്റെ കാര്യത്തിൽ അതേ വിശ്വാസം ഹരിക്കും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ബാലൻസ്ഡ് ആവില്ല. പ്രശ്നാവോ രവി? ആരായി വിനായകനെന്നാ മനസ്സിലാവാത്തത്? വിഘ്നുണ്ടാക്കാൻ വന്നവനായിരിക്കോ? ഒരു തരത്തിലും സമാധാനം തരില്ലല്ലോ എന്റെ ഈശ്വര. നിങ്ങളിനി രാവിലെയല്ലേ പോകുന്നുള്ളൂ? ഇന്ന് വീട്ടിൽ തിരിച്ചെത്തണമെന്ന് വിചാരിച്ച ഇറങ്ങിയത്. ഈ രാത്രി പോകുന്നത് എന്തിനാ? ഗേറ്റ് അടച്ചതേ ഉള്ളൂ, പൂട്ടിയിട്ടില്ല. പോർച്ചിൽ ലൈറ്റും ഇട്ടിട്ടില്ല. പോകുന്നുണ്ടേ പൊയ്ക്കോളൂ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അച്ഛൻ എന്താ പറയുന്നെന്ന് അറിയട്ടെ. മുമ്പേ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഹരിക്ക് നിന്നെ വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് പ്രിയ പറഞ്ഞു. എന്താ നീ ഉദ്ദേശിച്ചത്? പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമെന്ന് പണ്ടേ ഇമ്പോസിഷൻ എഴുതി പഠിപ്പിച്ചതല്ലേ. ഞാൻ ഹരിയെ വിശ്വസിക്കുമ്പോ ഇങ്ങോട്ടും അതുണ്ടാവണം. പരസ്പര വിശ്വാസം മാത്രം പോരാ, പരസ്പര ധാരണയും വേണം. ഇത് രണ്ടുമുള്ള അച്ഛനമ്മമാരെ കണ്ടാണ് പ്രിയ വളർന്നത്. അമ്മേ, എന്താ അല്ലേ? എനിക്ക് രവിക്കിടയിൽ വിശ്വാസമുണ്ട്, ധാരണയും ഉണ്ട്. സോറി അമ്മേ. ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്വാസവും ധാരണയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പ്രിയ, ഉണ്ടമ്മേ, തോന്നിയിട്ടുണ്ട്. സൗന്ദര്യപ്പിണക്കങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നാച്ചുറലാണ്. ഇഷ്ടമുള്ളിടത്തെ പിണക്കം ഉണ്ടാവും. അതിനപ്പുറം അച്ഛനും അമ്മയും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ, ചിലപ്പോഴെങ്കിലും അത് അതിരുവിട്ട് പോകുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. മനസ്സിൽ അമർത്തി വെച്ചിരുന്നത് പലതും അപ്പൊ പുറത്തു വരും. ശാസന, ശകാരം, കുറ്റപ്പെടുത്തൽ. ഒടുവിലത് സ്വയം പഴിക്കലാവും. അമ്മ കണ്ണീരിലും അച്ഛൻ നിശബ്ദതയിലും ഒളിക്കും. അത്തരം വാക്കുതർക്കങ്ങളിൽ ശോഭിക്കുന്നത് ഏറെയും അമ്മയായിരിക്കും. ഒരുപക്ഷെ വീടിനു വേണ്ടി കൂടുതൽ ഏൺ ചെയ്തത് അമ്മയായതുകൊണ്ടായിരിക്കും. നീ ഞങ്ങളെ നല്ലതുപോലെ അളക്കുന്നുണ്ടായിരുന്നു. അല്ല, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നീ പറയുന്നതിൽ പൂർണ്ണമായി ശരിയില്ലെങ്കിലും ഒരുപാട് ശരിയുണ്ട്. മോളെ തിരുത്താനും ശ്രമിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ തർക്കങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും വർഷം ജീവിച്ചു. ഒരുമിച്ച് ജീവിച്ചു. നിന്നെ വളർത്തി, കല്യാണവും നടത്തിത്തന്നു. ഞാനും രവിയും വ്യക്തികളെന്ന പേരിൽ 2 പേരാണ്. പക്ഷേ അച്ഛനമ്മമാരെന്ന നിലയിൽ ഞങ്ങൾ ഒന്നാണ്. നിന്റെ കാര്യത്തിൽ ഒരേ മനസ്സാണ്. അല്ലെന്ന് പറയാൻ കഴിയോ പ്രിയയ്ക്ക്? ശരിയാ, അവിടെയാണ് ഞാൻ തോറ്റുപോകുന്നത്. എന്റെ വാശികൾ തോറ്റുപോകുന്നത്. എന്നോടുള്ള അച്ഛന്റെ അമ്മയുടെ പെരുമാറ്റം ഇൻഡിഫറന്റ് ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആയിരിക്കില്ല. ഇതെന്നല്ല, ഒരു കല്യാണവും നടക്കുമായിരുന്നില്ല. അപ്പോ ഞങ്ങളുടെ സ്നേഹം നീ തിരിച്ചറിയുന്നുണ്ട്. ഉണ്ടമ്മേ, അതിന്റെ ഏറ്റവും പുതിയ അടയാളമാണ് ഈ വീട്. ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഏറ്റവും നല്ല വീട്. ഇതിനെല്ലാം കൂടി വില എത്രയെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നുമില്ല. കാരണം സാധാരണ ഏതൊരച്ഛനും ഇങ്ങനൊരു സമ്മാനം മകൾക്ക് വാങ്ങിത്തന്നാൽ എത്ര രൂപയെന്ന് ഇടയ്ക്കിടെ പറയും. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങളുടെ സ്നേഹത്തിന്റെ വില ഇത്രയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പക്ഷേ എന്റെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ ഈ വീടിന്റെ വിലയെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിയില്ല. അതിലൂടെ ഞാൻ നിങ്ങളെ കൂടുതൽ അറിയുകയാണ്. പ്രിയ, ഹരിയുടെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയെപ്പറ്റി ആ കുട്ടിയുടെ ആങ്ങള പറഞ്ഞ വിവരങ്ങളിലാണ് നമ്മൾ തുടങ്ങിയത്. ഏതോ ഒരു നന്ദന. ഞാൻ അതിനെപ്പറ്റി ബോധഡല്ല. അതെന്റെ തലവേദനയുമല്ല. പക്ഷേ പ്രിയ, സപ്പോസ് ആരും ആയിക്കോട്ടെ ആ പെണ്ണുമായി ഹരിപ്രസാദിന് ഇപ്പോഴും അടുപ്പമുണ്ടെന്ന് അറിയാനിടയായാൽ എന്തായിരിക്കും നിന്റെ പ്രതികരണം? അങ്ങനൊരു റിലേഷൻ തുടരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അത് അതിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ നീ പറയുന്നേ? അതെ. മറ്റൊരു പെണ്ണിനെ ഹരി സ്നേഹിച്ചാൽ നിന്നെ അത് ബാധിക്കില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പ്രിയയ്ക്ക് പറയാമോ? അച്ഛന്റെ മുഖത്ത് നോക്കി പറയാമോ? സുപ്രിയ, അങ്ങനൊരു അബദ്ധം, അങ്ങനെ ഒരു രഹസ്യബന്ധം സൂക്ഷിക്കാൻ ഹരിക്കാവില്ല. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഹീസ് എ ജെന്റിൽമാൻ. മറ്റെല്ലാ കുറവുകളും ആ ഒരു പ്ലസിൽ ഞാൻ മറക്കുന്നു. സോ മറ്റൊരു പെൺകുട്ടി ഹരിയുടെ ജീവിതത്തിൽ എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഐ എം ഷുവർ. മനീഷ് രാത്രിയിൽ എപ്പോഴാ വന്നത്? 11 മണിക്ക് മുമ്പ് വന്നമ്മേ. 11? ഞാൻ ഇറങ്ങുമ്പോ മണി 12 കഴിഞ്ഞു.
അതുവരെ വരാത്തവനാണല്ലോ 11 മണിക്ക് വന്നത്. അതുവരെ അവൻ എവിടെയായിരുന്നു ചോദിച്ചില്ലേ നീ? രാവിലെ എല്ലാം വിശദമായിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പറയാനുള്ള കള്ളങ്ങൾ കണ്ടുപിടിക്കാലോ. വന്ന പാടെ മനീഷേട്ടൻ ഉറങ്ങിപ്പോയമ്മേ. ഉറങ്ങിപ്പോവാൻ പൊടിക്കുഞ്ഞ അവൻ. രാത്രിയിൽ ആ പരുവത്തിലായിരിക്കും വന്നത്. അല്ലമ്മേ, ഇന്നലെ കുടിച്ചിട്ടില്ലായിരുന്നു. ഓ, അതൊരു അത്ഭുതമാണല്ലോ. കയ്യിലെ കാശ് തീർന്നു കാണും, അതാ ഇങ്ങോട്ട് വന്നത്. അവനെ വഷളാക്കുന്നതിലേ നിനക്കുണ്ട് പങ്ക്. ഞാൻ എന്ത് ചെയ്തമ്മേ? ഒന്നും ചെയ്യുന്നില്ല, അതാ പ്രശ്നം. അവന്റെ താളത്തിനൊത്ത് തുള്ളിയാ പോരാ. മനീഷിനെ നന്നാക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് പണ്ട് ലൈല പറഞ്ഞാൽ ഞാൻ മറന്നിട്ടില്ല. അത് ആത്മാർത്ഥമായിട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതായിരിക്കുമെന്ന് ഇപ്പം മനസ്സിലായി. പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് താമസം വാടക വീട്ടിലായിരുന്നു. ഇപ്പൊ പനക്കിലേക്ക് തിരിച്ചെത്തിയത് കൊണ്ടാണോ ഈ അലസത? ഇതൊന്നും ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളാ. പിന്നെ എന്താ അവനെ നീ ഒന്ന് ചൊവ്വാക്കി എടുക്കാത്തത്? എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അംഗീകരിച്ചു കൊടുക്കും, മറുത്തൊന്നും പറയേയില്ല. എവിടെയെങ്കിലും വായി നോക്കി നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നു കയറിയാലും മനീഷേട്ടാന്ന് പറഞ്ഞ് പുറകെ നടക്കും. അവനതൊരു വളാ. ഞാൻ എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞ മനീഷേട്ടൻ പിണങ്ങോന്നുള്ള പേടി കൊണ്ടാമേ. പിന്നെ പിണങ്ങോന്നുള്ള പേടി, അതിനിപ്പോ അവൻ ഇണങ്ങിയിട്ടാണോ? അമ്മയുള്ളപ്പോ ഞാൻ കയറി അധികാരം കാണിക്കുന്ന എങ്ങനെയാ? അമ്മ ഇല്ലാതായിട്ട് അധികാരം കാണിക്കാനിരിക്കാ നീ? അയ്യോ, അതല്ലമ്മേ. നീയേ അവന്റെ ഭാര്യയാ. അമ്മയ്ക്കില്ലാത്ത ചില നിയന്ത്രണങ്ങൾ ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്കുണ്ട്, അത് ഉപയോഗിക്കണം. അല്ലാതെ ലൈലേ ഡീ. ഓ, പള്ളിയുറക്കം കഴിഞ്ഞെന്ന് തോന്നുന്നു. ചെല്ല്. എന്താ ലൈലേ നീ നേരത്തെ എന്നെ വിളിച്ചുണർത്താത്തത്? നേരെ ഇത്ര ആയത് അറിഞ്ഞു പോലുമില്ല. അത് രാവിലെ ഉണർന്നിട്ട് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ സാറിന്? ആ, അമ്പലത്തിൽ പോണായിരുന്നു. രാവിലെ തന്നെ നിന്നെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ദൈവങ്ങളുടെ ഒരു ദിവസം ശകുനക്കേടാക്കണ്ട. അത്രയ്ക്ക് അലമ്പാണോ എന്റെ മുഖം? ആണോടി? മുഖമല്ല, നിന്റെ പ്രവൃത്തിയാടാ അലമ്പ്. ഓ, ഞാൻ ആരാണെന്നുള്ളത് നീ മറക്കുന്നു. ഇവളാരാണെന്ന് അറിയാമോ? ഇത് ലൈല. എനിക്ക് സംശയമൊന്നുമില്ല. നിനക്കും സംശയം ഉണ്ടടി? നീ ലൈല തന്നെയല്ലേ? മതിയടാ. ആ, കല്യാണം കഴിച്ചോണ്ട് വന്ന പെണ്ണിനെ വീട്ടിലാക്കിയിട്ട് നാട് മുഴുവൻ നടക്കുന്നു. ഇവളുടെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ? ഊര് തെണ്ടി നടക്കുമ്പോ ഇത് വല്ലതും ആലോചിക്കാറുണ്ടോ? ഊര് തണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ടാവാനാണ്? നിർത്തടാ. ഓ, മിണ്ടരുത്. മനുഷ്യനായ കുറച്ചൊക്കെ നാണോ മാനോ ഒക്കെ വേണം. മനീഷേട്ടൻ കാരണം ഞാനുള്ള പഴിയെല്ലാം കേൾക്കുവോ? എല്ലാം അവസാനിക്കാൻ പോവാടി. നിങ്ങളെ ഞാൻ ഞെട്ടിക്കും. എത്ര നാളെ മനീഷേട്ടൻ പറയുന്നു ഞെട്ടിക്കൂന്ന്? പുതിയ പോലീസ് കേസ് വല്ലതും ഉണ്ടായിരിക്കൂടി നമ്മളെ ഞെട്ടിക്കാൻ. പോലീസ്? ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ചിലപ്പോ ഒരു പോലീസ് ജീപ്പ് ഈ മുറ്റത്ത് വന്ന് നിന്നേക്കും. അതിൽ നിന്ന് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഇറങ്ങി വരുന്ന ആരായിരിക്കും? ഈ ഞാനായിരിക്കും. ഞാൻ സീരിയൽ കയറാൻ പോലെ ഒരു പോലീസ് ഓഫീസറുടെ വേഷം കിട്ടിക്കൂടണമെന്നില്ല. മനീഷേട്ടൻ TV സീരിയൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടോ? വിളിക്കും. എന്നിട്ട് വേണം ആ തൊഴിലിന്റെ അന്തസ്സൂടി ഇല്ലാതാക്കാൻ. ഇതാ ഇവിടുത്തെ പ്രശ്നം. എന്നെ ആർക്കും ഒരു വകവെപ്പില്ല. ഓരാത്തതിന് ഒട്ടിക്കത്ത കുറ്റം പറച്ചിലും. നല്ലത് പറയണ്ട. ഇതുപോലെ കുത്തി നോവിക്കാതിരുന്നുകൂടെ? മനീഷേട്ടാ. ഓ, അപ്പോഴേക്കും അവളുടെ മനസ്സങ്ങ് അലിഞ്ഞുപോയി. നിന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പോണ്ട. നിന്റെ പ്രായത്തിലുള്ള ആമ്പിള്ളേരെ അന്തസ്സായിട്ട് കുടുംബം നോക്കുന്നു, ഭാര്യ മക്കളെ സംരക്ഷിക്കുന്നു. എടാ, നിന്റെ അതേ പ്രായമല്ലേ ചിറ്റടുത്ത മധുവിന്? അവൻ കാറ് വാങ്ങിച്ചു, ഇപ്പത്തെ വീട് പുതുക്കി പണിയുന്നു. അവനെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കും. കണ്ടുപഠിക്കാൻ ചിറ്റടുത്ത മധു എന്താ പാഠപുസ്തകമാണോ? ഇതിന് കൊള്ളാം നിന്നെ പോഴത്തം പറയാൻ. ചിറ്റയെടുത്ത മധുവിനെ അമ്മ പൊക്കി പറയുന്നു. അവന് കിട്ടിയ കുടുംബസ്വത്തിനെ പറ്റി അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? വാസ്തുവായിട്ടും പണമായിട്ടേ നല്ലൊരു ഓഹരി കൊടുത്തു വീട്ടിൽ നിന്ന്. അത് വെച്ചാ മധു ബിസിനസ് ചെയ്ത് നല്ല കാശുണ്ടാക്കിയത്. പനക്കിലെയും മനീഷിനോ കുടുംബസ്വത്തായിട്ട് എന്തോന്നും തന്നു. ആ തൊഴുത്ത് നിൽക്കുന്ന 2 പശുവിന്റെ ചാണകോ ആണോ അമ്മേ? കുടുംബസ്വത്തിനല്ലാതെ നിനക്ക് തുണിക്കട തുടങ്ങാൻ 5.5 ലക്ഷം രൂപ തന്ന ആരാടാ? നിന്റെ അമ്മായിച്ചനോ? എന്നിട്ട് ആ പൈസ എവിടെ?
നിൽക്കണം ഇവിടെ. ബിസിനസ് ആവുമ്പോ ചില പാളിച്ചകളൊക്കെ പറ്റിയെന്നിരിക്കും. ബിസിനസ് എന്നല്ല, നീയാ മൊത്തത്തിൽ പാളിച്ച. ആശീർവാദത്തിന് നന്ദി. ശ്ശേ. അമ്മയെ കുറ്റപ്പെടുത്തി അതേ നാവുകൊണ്ട് ഞാനിത് തിരുത്തി പറയിപ്പിക്കും, നോക്കിക്കോ. ആ, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ മനുഷ്യട്ടാ? അതൊക്കെ ഉണ്ടടി. ദേ, കട്ടിട്ടാണേലും കൊന്നിട്ടാണേലും മനീഷ് കുടുംബം നോക്കിയിരിക്കും, സമ്പാദിച്ചിരിക്കും. കുടുംബം നോക്കിയില്ലെങ്കിലും നീ കക്കാനും മോഷ്ടിക്കാനും പോവും, അതെനിക്കറിയാം. ഓ, പിന്നെ തുടങ്ങി. അമ്മയുടെ വായിന്ന് ഇത്രയും കുത്തുവർത്തമാനം മാത്രമേ വരുള്ളൂ. സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടിയേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പോവാ ഞാൻ. എന്ത് തൊഴിലാ മനുഷ്യട്ടാ? ബേക്കറി യൂണിറ്റ്. സ്വന്തം ബോർമയിൽ നിന്ന് രുചികരമായ വിവിധ തരം ബേക്കറി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വമ്പൻ ലാഭമെന്നാ പറയുന്നത്. അങ്ങനെ ക്രമേണ ബേക്കറി മേഖലയിലുള്ള തമിഴന്മാരുടെ കുത്തക തുടച്ചു മാറ്റുന്നു. ബാങ്ക് ലോണിന് ഉടനെ അപേക്ഷ കൊടുക്കണം. വസ്തുവിന്റെ ഈ പ്രമാണം ഒന്ന് ഈടായിട്ട് കാണിക്കണം, അത്രയും മതി. അല്ല, ഏത് ബാങ്കിൽ നിന്നാ വായ്പ എടുക്കുന്നത്? എല്ലാ ബാങ്കിൽ നിന്നും കിട്ടും. അപേക്ഷ കൊടുത്ത് 2 ആഴ്ച കഴിയുമ്പോഴേക്കും ലോണ് പാസ്സാവും. അപ്പോ വസ്തുവിന്റെ പ്രമാണം വേണം അല്ലേ? വേണം, അത് നിർബന്ധം. അങ്ങനെയാണെങ്കിൽ ടൗണിലെ ബാങ്കിൽ പോകേണ്ടി വരുമല്ലോ. ഇവിടുത്തെ സാധാരണ ബാങ്കിൽ ഇനി ചെല്ലാൻ പറ്റില്ലല്ലോ. അതെന്താ അമ്മേ? മറന്നുപോയോ ഒരു വള പണയം വെക്കാൻ ചെന്നത്? നീ മുക്കുപണ്ടം പണയം വെക്കാൻ ചെന്നത് നീ മറന്നിട്ടുണ്ടാവും, പക്ഷെ അത് ബാങ്കുകാർ മറന്നിട്ടുണ്ടാവില്ല. മുക്കുവണ്ടം പണയം വെക്കാനോ? ആര്? ലൈല ഓർക്കുന്നില്ലേ? അതോ നീയും മറന്നോ? പണിയായിരുന്നു. ഞാനിതൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ഈ കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് എന്ത് നേടി മനുഷ്യ നീ? 10 രൂപ തികച്ചെടുക്കാനുണ്ടോ നിന്റെ കയ്യില്? നോണം കെട്ട ജന്മം. ആവശ്യമില്ലാത്ത നോണയ്ക്ക് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത എന്തിനാടി? എനിക്കിട്ട് പോരപണിയൊന്നുടി അമ്മേ. ഞാൻ അയ്യോ, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ അടിക്കാൻ? ലൈലയല്ല ഈ കള്ളക്കഥയൊക്കെ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ബാങ്കിൽ നിന്ന് അറിഞ്ഞ. പിന്നെ നിനക്ക് ഞാൻ ഒരെണ്ണം തരേണ്ടതാ. എന്നോട് ചോദിക്കാതെ വള ഊരിക്കൊടുത്തേന്. എന്തായാലും അത് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, ഇനിയിപ്പോ വീടിന്റെ വസ്തുവിന്റെ ആധാരം വേണം. എങ്കിലല്ലേ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കൂ. എന്നിട്ട് വേണം ബേക്കറി യൂണിറ്റ് തുടങ്ങാൻ, അല്ലേടാ? അതേമേ. എത്ര രൂപ ലോൺ എടുക്കാനാ ഉദ്ദേശിക്കുന്നത്? ഒരു 7 ലക്ഷത്തിന് അപേക്ഷിക്കാം. എങ്കിലും 5 കിട്ടൂ. 4 ലക്ഷം കൊണ്ട് ബേക്കറി പരിപാടി തുടങ്ങാം. പിന്നെ 1 ലക്ഷം രൂപയുണ്ടല്ലോ. അത് ചെലവാക്കാം. പിന്നെ പ്രമാണം ഇന്ന് തന്നിരുന്നെങ്കിലേ ഇന്ന് തന്നെ അപേക്ഷ കൊടുക്കായിരുന്നു. എന്നാ പിന്നെ ഇപ്പൊ തന്നെ തരുമല്ലേ? അയ്യോ അമ്മേ, അമ്മേ. ആദ്യം തന്ന അടി ലൈലയ്ക്ക് കൊടുത്തതിനുള്ള മറുപടി ഇപ്പൊ തന്നത് നിനക്കുള്ളത്. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണം? എന്തുറപ്പില്ല പ്രമാണം നിന്നെ ഏൽപ്പിക്കേണ്ടത്? ആകെയുള്ള ആശ്രയമായി ഈ വീടും സ്ഥലവും. അതുകൂടി ഇല്ലാതായ ഇല്ല മനുഷ്യ, ഞാനത് തരുമെന്ന് വിചാരിക്കേ വേണ്ട. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ മുടിഞ്ഞു മുണ്ടക്കോല് വെച്ച് വെക്കോളാം. അമ്മയ്ക്കും അതാണല്ലോ ആഗ്രഹം. മനീഷേട്ടാ പോടി, എന്റെ മുന്നിൽ വരരുത്. അനിലേച്ചിയല്ലേ? എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം എനിക്ക്. അറിയാമെങ്കിൽ ഓട്ടോയുടെ പൈസ ഒന്ന് കൊടുത്തേക്ക്. അല്ല, കുഞ്ഞെവിടെ ചേച്ചി? കുഞ്ഞിനെ കണ്ടെങ്കിൽ ഓട്ടോയുടെ കാശ് കൊടുക്കൂ.
രാവിലെ തിരിച്ചു. കുഞ്ഞെവിടെ? മോനെവിടെ അനിലേ? കൊണ്ടുവന്നില്ല. കുഞ്ഞിനെ കൊണ്ടുവരാതെ പിന്നെ